വടകരയിൽ ചെന്ന് പറയുന്നത് ഒന്ന്, തിരുവനന്തപുരത്ത് പറയുന്നത് അല്ല, കോഴിക്കോട് പറയുന്നത് വേറൊന്ന്. കോഴിക്കോട് തന്നെയുള്ള 2 നിയോജക മണ്ഡലങ്ങളിൽ വീടുകളിൽ ചെല്ലുമ്പോൾ CPM പാഷാണം വർക്കിയായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായി മാറുന്ന രസകരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇനി CPM പ്രവർത്തകർ ബോംബ് നിർമ്മിച്ചവൻ സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്ന പടമാണ്. ഏത് കോൺഗ്രസ്സുകാരനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പറയാതെ ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. പാനൂരിൽ ബോംബുണ്ടാക്കിയവൻ തള്ളിപ്പറയാൻ ഇത്ര മടിയുണ്ടോ? അത് പാർട്ടിക്കാരനാണ്, പാർട്ടിയുടെ പ്രവർത്തകനാണ്. ബോംബുണ്ടാക്കിയവൻ്റെ ആള് മരിച്ചു കഴിഞ്ഞ് ഒരുത്തന്നെ കയ്യും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയും ഇപ്പോൾ അവന് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്ന പടം വന്നിട്ട് 48 മണിക്കൂറായില്ല ബോംബുണ്ടാക്കിയവൻ. അപ്പൊ ഇവർ ആരെയും തള്ളിപ്പറയും. പാനൂരെല്ലാം എല്ലാ കാലത്തും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് CPM ആണ്. CPM RSSവാദി യാതൊരു സംഘർഷവും ഇപ്പം ഇല്ല. അതെല്ലാം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും RSS നേതാക്കളും ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ എല്ലാം തീർത്തു. അപ്പൊ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ കൊല്ലാനാണോ? അപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുന്നവരും ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം പോലെ കണ്ണൂർ ജില്ലയിൽ വ്യാപിപ്പിക്കുകയാണ്. ഇതിനെല്ലാം മുഖ്യമന്ത്രിയും പോലീസും എല്ലാം കുടപിടിച്ചു കൊടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ, ഈ ബോംബ് നിർമ്മാണം നടക്കുന്നതെന്നും കേരളത്തിലെ പോലീസ് അറിയുന്നില്ലേ? പോലീസിന്റെ ജോലി എന്താണ്? പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു വശത്ത് അക്രമം, മറുവശത്ത് പീഡനവീരന്മാരുടെ കൂടെ, മനസ്സിലായില്ലേ, സാധാരണക്കാരെ മുഴുവൻ അപമാനിക്കുകയും അവർക്ക് അരക്ഷിതത്വം ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന നടപടിയായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയോടും ഭരണകൂടത്തോടും പറയാനുള്ളത്, കേരളം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം, അത്രമാത്രമേ.